السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين وبعد. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. صدق الله مولانا الكريم. ആദരണീയരായ അധ്യക്ഷൻ, സമസ്ത കേന്ദ്ര മുഷാവറംഗം ഉസ്താദ് വളവണ്ണ അബൂബക്കർ ധാരണിയോട്, കോഴിക്കോട് ജില്ലയുടെ രണ്ടറ്റത്തു നിന്ന് ഉത്തര ദക്ഷിണ ഭാഗങ്ങളിൽ നിന്ന് യാത്ര നയിച്ച് ഇവിടെ പൂനൂരിൽ സമാപിക്കുമ്പോൾ അതിന് നായകത്വം നൽകിയ സമസ്തയുടെ കരുത്തരായ സെക്രട്ടറിയും അഭിയന്തരായ കെ ഉമർ ഫൈസ് ഉസ്താദ്, എ വി അബ്ദുറഹ്മാൻ ഫൈസ് ഉസ്താദ്, പ്രിയങ്കരനായ കെ മോഹൻകുട്ടി മാസ്റ്റർ, ഉസ്താദ് മാസ്റ്റർ, മുണ്ടുപാറ കെ കെ ഇബ്രാഹിം സിയാദ്, സലാം ഫൈസി അടക്കമുള്ള വേദിയിലും സദസ്സിലുള്ള അഭിയന്തരായ പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ, ഈ മഹത്തായ സദസ്സിൽ എത്തിച്ചേർന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക മഹാസംഗമമാണ് ഫെബ്രുവരി മാസത്തിൽ 4 മുതൽ 8 വരെ കാസർഗോഡ് ജില്ലയിലെ കുണിയിൽ നടക്കാനിരിക്കുന്നത്. നമുക്ക് ആവേശത്തോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമ്മേളനത്തിൻ്റെ പ്രചരണമെന്നോണം സമസ്തയുടെ തന്നെ അഭിവന്ദരായ അധ്യക്ഷൻ, വന്ദ്യരായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫരി മുത്തുക്കോയ തങ്ങൾ മഹാനവറുകൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശ യാത്രയാണ് 19-ാം തീയതി കന്യാകുമാരിയിലെ നാഗർകോവിൽ നിന്നും മംഗലാപുരത്തേക്ക് പ്രയാണം ആരംഭിക്കാനിരിക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രചരണം എന്നോണമാണ് ജില്ലകൾ തോറും സമസ്തയുടെ സമുന്നതരായ നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന അതിൻ്റെ പ്രചരണജാഥയും സമ്മേളനത്തിൻ്റെ പ്രചരണജാഥയും എന്നുള്ള നിലക്ക് 2 ദിവസങ്ങളിലായി മഹാനായ ശംസുൽ ഉലമായി തങ്ങളുടെ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സാന്നിധ്യത്തിൽ നിന്ന് പതാക കൈമാറി പുറപ്പെട്ട യാത്രയാണ് പൂനൂരിൽ ഇന്ന് അവസാനിക്കുന്നത്. സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനം അത് സംഘടിത സ്വഭാവത്തിൽ ഒരു 100 വർഷം പൂർത്തീകരിച്ചെങ്കിലും അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സഹാബത്തുൽ കിറാം താബിഈങ്ങളിലൂടെ സമൂഹത്തിന് നൽകിയ സന്ദേശം, യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ അത് യാതൊരു കളങ്കവുമില്ലാതെ നടന്നു വരുന്നതിനിടയിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസത്തിന് പോലും കോട്ടം തട്ടുന്ന രീതിയിലുള്ള ചില പ്രവണതകൾ ചില ഭാഗത്ത് പുറപ്പെട്ടപ്പോൾ ഇതിനെ സംഘടിതമായി നേരിടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയ സമസ്തയുടെ സമുന്നതരായ മുൻകഴിഞ്ഞ മഹാരഥന്മാരായിരിക്കുന്ന സൂഫി വര്യരായ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, അവർ കൂടിയാലോചിച്ച് തുടക്കം കുറിച്ച ഒരു സംവിധാനമാണ് മഹത്തായ ഈ സമസ്ത എന്നത്. അന്ന് ആ ലക്ഷ്യം വെച്ച ആ ലക്ഷ്യം തന്നെയാണ് ഇന്നും നാം സമൂഹത്തിന്റെ കാവലായിക്കൊണ്ട്, വിശ്വാസത്തിന്റെ കാവലായിക്കൊണ്ട് ഇന്നും നിലനിൽക്കുന്നുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് പലവിധ പ്രസ്ഥാനങ്ങളും ആദർശങ്ങളും കടന്നു വരുമ്പോൾ അതിൽ ജനങ്ങളെ വിശ്വാസത്തിന് കോട്ടം പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തികളാണ് സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ആദർശങ്ങളും കടന്നുപോയി, പലതും നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് സമസ്ത ഇത്രമാത്രം ശക്തമായി ഈ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് ചോദിക്കുമ്പോൾ ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗം, അതിൽ നിന്ന് വ്യതിയാനം സംഭവിക്കാൻ പാടില്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പലതും പരിശോധിച്ചാൽ ആദ്യം ആദർശ വ്യതിയാനമാണ് സംഭവിക്കാറുള്ളത്. അത് യുക്തിവാദം കൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. പലതും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തന്നെ യുക്തിക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് ചോദ്യം ചെയ്യുന്നൊരു പ്രവണത.
അതിലൂടെ യുക്തിവാദങ്ങൾ അവരിലേക്ക് കടന്നു വരുമ്പോൾ ആദർശത്തിൽ നിന്ന് വ്യതിയാനം വരുന്നു, അവസാന യുക്തിവാദികളായി മാറുന്നു. പിന്നീട് അവർ പരിണമിച്ചുകൊണ്ട് അവര് നിരീശ്വരത്തിലേക്കും ഒക്കെ കടന്നു പോകുന്ന ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ ധാരാളം കാണാനുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതവരേർ ആ സത്യത്തിന്റെ പാത സമൂഹത്തിന് പകർന്നു നൽകുന്നതിന് വേണ്ടി ആദർശ വ്യതിയാനത്തിൽ നിന്നും വിശ്വാസ വ്യതിയാനത്തിൽ നിന്നും സമൂഹത്തെ സംരക്ഷിക്കാൻ അവർ തീരുമാനിച്ചൊരു തീരുമാനത്തിന്റെ ഭാഗമാണ് ഈ പണ്ഡിത സഭ എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ എന്നല്ല, ഇവിടുത്തെ അടുത്ത രാജ്യങ്ങളും എന്ന് മാത്രമല്ല ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഈ സന്ദേശം എത്തിക്കാൻ നമുക്ക് സാധ്യമായി എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയും. ഇന്റർനാഷണൽ സമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ, അന്താരാഷ്ട്ര സമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ പലരും മനസ്സിലാക്കുന്ന ഒരു കാര്യം അതൊരു ഭംഗി വാക്കാണ് എന്നുള്ളതാണ്. അങ്ങനെയല്ല. 15 പരിപാടികളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ 100ാം വാർഷിക മഹാസംഗമത്തോടനുസരിച്ച് സമ്മേളനത്തോടനുസരിച്ച് പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, തഹയ്യ എന്ന വലിയൊരു പിരിവ് നടന്നു. അതിന്റെ ലക്ഷ്യം 15ഓളം പരിപാടികളാണ്. അതിലേറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പരിപാടി തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുക എന്നുള്ളത്. ഇന്ന് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മദ്രസ നമുക്കുണ്ട്. 32 രാഷ്ട്രങ്ങളിലുള്ള പഠിതാക്കളാണ് അതിന്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലുള്ളവരുണ്ട്, ആഫ്രിക്കയിലുള്ളവരുണ്ട്, മറ്റു രാജ്യങ്ങളിലുണ്ട്. സമസ്തയുടെ ഫ്രാൻസിസ് റോഡിലുള്ള ഓഫീസിൽ വെച്ചുകൊണ്ട് 24 മണിക്കൂറാണ് അധ്യാപകരുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 1000-ൽ പരം വിദ്യാർത്ഥികൾ ഇന്ന് നിലവിലുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ 11,000-ൽ പരം മദ്രസകൾ നമുക്ക് സമസ്തയുടെ കീഴിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതേ രീതിയിലുള്ള മദ്രസ വിദ്യാഭ്യാസ സംവിധാനമാണ് അത് ലോകം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ മാതൃക എന്നുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് മാതൃകയായിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ അറിയാമല്ലോ, ഈ രാജ്യം എന്നുള്ളത്, നമ്മുടെ നാട് എന്നുള്ളത് ഇസ്ലാം കടന്നു വന്ന രാജ്യം. മഹാനായ മാലിക് ദിനാർ സംഘവും നമ്മളെ കേരളത്തിലേക്ക് കടന്നു വരുമ്പോ ഇവിടെ ജാതി വിവേചനം ഉണ്ടായിരുന്നു. ജാതിക്കുള്ള തടവറയിൽ അവരെ ഒതുങ്ങിയിരുന്നൊരു കാലഘട്ടമായിരുന്നു. അതിൽ നിന്നും അവരെ സംരക്ഷിച്ചെടുത്ത് നമ്മുടെ സംസ്കാരമാണ്, ദീനിന്റെ സംസ്കാരമാണ്. ആ സംസ്കാരം ആഗ്രഹിക്കുന്നവരാണ് ലോകത്തുള്ള ജനത മുഴുവനും. അതുകൊണ്ട് തന്നെയാണ് കേരളീയ രീതിയിൽ മദ്രസ സംവിധാനങ്ങൾ മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ നേതൃത്വത്തിൽ തുറന്നുറിച്ചപ്പോ ഇന്ന് 11,000-ൽ പരം മദ്രസകളാണ്. മദ്രസയിൽ മാത്രം സമസ്ത നിർത്തുന്നില്ല. വീണ്ടും വലിയ വിദ്യാഭ്യാസം, നാഷണൽ വിദ്യാഭ്യാസ സംവിധാനം നമുക്കുണ്ട്. നാഷണൽ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിന്റെ പുറത്തുണ്ട്. നമുക്കറിയാം, ഈ അടുത്ത സമയത്തായി തമിഴ്നാട്ടിൽ വലിയ വിദ്യാഭ്യാസ സംവിധാനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഈ അടുത്ത കാലത്ത് ഇത്രമാത്രം പ്രവർത്തനം ശാക്തീകരിക്കാൻ കാരണമെന്ന് മനസ്സിലാക്കുമ്പോൾ, ഇവിടെ 20 കാലഘട്ടങ്ങളിൽ വിശ്വാസത്തിന് വ്യതിയാനം സംഭവിക്കുന്ന, ആദർശത്തിന് വ്യതിയാനം സംഭവിക്കുന്ന പ്രവണതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേ പ്രവൃത്തി ഇന്ന് തമിഴ്നാട്ടിലേയും കടന്നു വന്നിട്ടുണ്ട്, പല പേരിലായി കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ആദർശ വ്യതിയാനം സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ സമസ്ത അവിടെയും എത്തി. മാത്രമല്ല, 4ഓളം വിദ്യാഭ്യാസ കോളേജുകൾ നടത്തിക്കൊണ്ടിരിക്കുക. തിരുപ്പൂരിലുണ്ട്, രാമനാഥപുരത്തുണ്ട്, വാളയാറിലുണ്ട്, പറങ്കിപ്പേട്ടയിലുണ്ട്. 4 സ്ഥലങ്ങളിൽ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുക. അതും സമസ്ത നേരിട്ടാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൽ 4-5 ക്ലാസ്സിൽ പഠിക്കുന്ന തിരുപ്പൂരിലെ നല്ല കഴിവുറ്റ പ്രതിഭകളെ വാർത്തെടുത്തുകൊണ്ടിരിക്കുക. തമിഴ്നാട്ടിൽ ദീനിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൽ സുന്നത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിൽ തിരുപ്പൂരിലെ വിദ്യാർത്ഥികൾ എല്ലാ വെള്ളിയാഴ്ചകളും ചുറ്റുമുള്ള പള്ളികളിലൊക്കെ പോയി നല്ല സംസാരങ്ങൾ സംസാരിച്ച് അവർ ആകർഷിക്കുകയാണ്. കാരണം ഇത് സുന്നത്ത് ജമാഅത്തിന്റെ പാതയാണെന്ന് വ്യക്തമായി കൊടുക്കുമ്പോൾ ഇതാണ് യഥാർത്ഥത്തിന്റെ പാത എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തമിഴ്നാട്ടിലും വ്യാപകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനും നമ്മുടെ ഈ ഫണ്ട് ഉപയോഗിക്കുകയാണ്. തയ്യ എന്നുള്ള ഫണ്ട് അവിടെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയും വലിയ പദ്ധതികളാണ്. മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപയാണ് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സമസ്ത നേരിട്ട് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയും അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ തന്നെ സമസ്ത ഈ കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുക. ഇനിയും ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ 15 പദ്ധതികളാണ് സമസ്ത നേരത്തെ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനാണ് ജനങ്ങളോട് ആവശ്യപ്പെട്ട തഹയ്യ. നമുക്കറിയാം, സമൂഹം അത് ഏറ്റെടുത്തു കഴിഞ്ഞു. സമസ്ത സത്യത്തിന്റെ വഴിയിൽ, യഥാർത്ഥത്തിന്റെ വഴിയിൽ കളങ്കമില്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് മനസ്സിലാക്കിയ സമൂഹം അത് ഏറ്റെടുത്തുകൊണ്ട് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദീനിന്റെ വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാറ്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം ദീനീ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക, വിശ്വാസ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. ഭൗതികമായ പലതും നമ്മളിലേക്ക് കടന്നു വരുമ്പോ സുന്നത്തമയത്തിനെതിരില്ലാത്ത രീതിയിലൊക്കെ തന്നെ, സുന്നത്തമയത്തിന് നിലനിൽക്കുന്ന രീതിയിൽ, അതിനെ ഉറപ്പിക്കുന്ന രീതിയിൽ, അതിന് കളങ്കം പറ്റാത്ത രീതിയിൽ സംരക്ഷിച്ചു പോവുക എന്നുള്ളതും സമൂഹത്തിന്റെ വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ള മഹത്തായ ദൗത്യമാണ് സമസ്ത കേരള ജമിയത്തുൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 40 അംഗം ഉഷാവറംഗം ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അത് സമൂഹം ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവരൊരു കാര്യം തീരുമാനിക്കുക എന്നുള്ളത് കൂടിയാലോചിച്ച് സ്പഷ്ടമായ കാര്യങ്ങൾ വ്യക്തമായ തെളിവെടുത്ത് കൃത്യമായ രീതിയിലാണ് ആ കാര്യങ്ങൾ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കേൾക്കുമ്പോൾ മറുപടി പറയുന്ന കാര്യമല്ല, വ്യക്തമായി പഠിച്ചതിന് ശേഷം മനസ്സിലാക്കിക്കൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ അറിയിക്കാറ്. എത്ര ഫത്വകൾ അവിടെ വരുന്നു, അത് കൂടി ആലോചിച്ച് ദിവസങ്ങളോളം കിതാബുകൾ മറിച്ച് മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന്റെ സംരക്ഷണം, ദീനിന്റെ സംരക്ഷണം, വിശ്വാസ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഒരു നൂറ്റാണ്ട് കാലം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ സമൂഹത്തെ നയിച്ചിട്ടുള്ളത്. ഇനി അടുത്ത തലമുറയിലേക്ക് കൈമാറാനുള്ളതാണിത്, അടുത്ത നൂറ്റാണ്ടിലേക്ക് കൈമാറാനുള്ളതാണ്. അതുകൊണ്ട് ഈ സംവിധാനം നിലനിർത്തണം. നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്യണം. പൂർവ്വസ്വരികളായ മഹാരഥന്മാർ നമ്മളിലേക്ക് ഏൽപ്പിച്ച ദൗത്യം അടുത്ത തലമുറയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിലുള്ളത്. അതുകൊണ്ട് ഈ നിലനിർത്താൻ ആവശ്യമായ എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും അതോടൊപ്പം വരാനിരിക്കുന്ന മഹാസമ്മേളനത്തിലേക്ക് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ലക്ഷക്കണക്കായ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടും. നമുക്കറിയാം, 10,000 മാത്രം ഒരുമിച്ച് കൂടുമെന്ന് ബാംഗ്ലൂരിൽ നാം ആശങ്ക പ്രകടിപ്പിച്ചു. ലക്ഷങ്ങൾ അവിടെ ഒരുമിച്ച് കൂടും. എന്നാൽ ആ ഒരു ഉദ്ഘാടന സമ്മേളനം ലക്ഷങ്ങളാണെങ്കിൽ എത്ര ലക്ഷങ്ങളായിരിക്കും കുണിയിൽ ഒരുമിച്ച് കൂടുക? അവിടെ നാം മനസ്സിലാക്കേണ്ടത് അവിടുത്തെ വലിയ പ്രഭാഷണങ്ങളൊന്നുമല്ല, വലിയ ആൾക്കൂട്ടമല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് അവിടെ വെച്ചുകൊണ്ട് മഹാന്മാരായിരിക്കുന്ന സദാത്യങ്ങൾ, പണ്ഡിതന്മാർ ദുആ ചെയ്യും. നമ്മുടെ ഈമാന്റെ സലാമത്തിന് വേണ്ടി, നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കായ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ തീർച്ചയായും ഒരു ഇജാബത്ത് ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ആ ആമിയിൽ പങ്കെടുക്കാൻ മുൻകഴിഞ്ഞ മഹാന്മാരായിരിക്കുന്ന ഔലിയാക്കന്മാരൊക്കെ തന്നെ പറയാറില്ല, ബലൂചിസ്ഥാനെ സംബന്ധിച്ച് പറയാറില്ലല്ലോ, അവരൊക്കെ മഹാസമ്മേളനത്തിലേക്ക് പങ്കെടുക്കാൻ ആളുകളെ പറഞ്ഞേക്കുമായിരുന്നു. എന്താ കാരണം? അവിടുത്തെ സമ്മേളനത്തിന് വാക്കുകൾ കേൾക്കാൻ മാത്രമായിരുന്നില്ല, മറിച്ച് അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന ആ ദുആയിൽ ആമീൻ പറയാനാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളോട്, എന്റെ പ്രിയ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഒരു മഹാസമ്മേളനം അവിടെ വെച്ച് നടക്കുമ്പോൾ നിങ്ങളെല്ലാവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം. നിങ്ങൾ പങ്കെടുത്തുകൊണ്ട്, ആമീനിൽ പങ്കെടുത്തുകൊണ്ട് ആ സമ്മേളനം വൻ വിജയമാക്കണം. അള്ളാഹു നമുക്ക് അതിൽ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതിൽ കൂടാനൊക്കെ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പലരും ആഗ്രഹിച്ചവരുണ്ടാവും, രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവും. അള്ളാഹു പൂർണ്ണ ആഫിയത്ത്, ആരോഗ്യത്തോടുകൂടി ആ മഹാസമ്മേളനത്തിൽ, ആ സംഗമത്തിൽ പങ്കെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖും ആഫിയത്തും ആയുസ്സും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ദിനത്തിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അസ്സലാമു അലൈക്കും.